आज के समय के लिए प्रभु को धन्यवाद देते हैं। ദാസൻ കുടുംബത്തിലുണ്ടായിരുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹം നൽകി അറിയിക്കുന്നു. आए वे सबको प्रभु यीशु मसीह के नाम से स्नेह देते हैं। എല്ലാവരും കരങ്ങളിൽ സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാണ്. सब लोग अपने हाथों को उठाकर प्रभु को धन्यवाद करेंगे। പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. प्रभु का वचन हम सुन रहे थे। പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ വചനത്തിൽ പറഞ്ഞത് കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനം എന്നാണ് പറയുന്നത്. वचन में लिखा है प्रभु का वचन बदलता नहीं। പ്രൈസ് ദി ലോർഡ്. ഈ നമ്മുടെ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ അച്ചടിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകം എന്ന് പറയുന്നത് ബൈബിളാണ്. दुनिया में सबसे ज्यादा छपने वाली किताब बाइबल है। ഏറ്റവും കൂടുതൽ ആളുകൾ ഈ ലോകത്ത് വായിച്ചുകൊണ്ടിരിക്കുന്നത് തിരുവചനമാണ്. सबसे ज्यादा लोग खाली बाइबल ही पढ़ते हैं। യോഹന്നാൻ പറഞ്ഞ ആദ്യം വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു എന്ന് പറയുന്നു. യോഹന്നാൻ लिखता है आदि में वचन था, वचन परमेश्वर के साथ था, वचन परमेश्वर। ദൈവത്തെ പോലും നമ്മൾ ബഹുമാനിക്കുന്നതാണ് നമ്മുടെ ദൈവത്തിന്റെ വചനത്തെ. प्रभु के समान हमारे आदर करते प्रभु वचन। ഈ മാറ്റമില്ലാത്ത വചനം കയ്യിൽ കൊണ്ടുവന്നവരെല്ലാവരും ഒന്ന് കരങ്ങളിൽ ഉയർത്തി കർത്താവിനെ സ്തുതിക്കുക. बाइबल लेके अपने हाथ बाइबल उठा के प्रभु को धन्यवाद। बाइबल जो लेके आए പ്രൈസ് ദി ലോർഡ്. അല്ലേ, ഇനി കൊണ്ടുവരാത്ത ഒരു കാര്യം ഉയർത്തിയാണ്. जो नहीं लाए वो अपने हाथों को उठाए। പ്രൈസ് ദി ലോർഡ്. വചനം ബൈബിൾ ഇല്ലാത്തതുകൊണ്ടാണ്. बाइबल नहीं है इसलिए नहीं लाया क्या? ബൈബിൾ ഇല്ലെങ്കിൽ കൈ ഉയർത്തട്ടെ. लेकिन इनके पास बाइबल नहीं है अपने हाथ उठाए। പ്രൈസ് ദി ലോർഡ്. നമ്മുടെ മൊബൈലിനകത്ത് ആവശ്യമില്ലാത്തതും ഉള്ളതും ഒക്കെ ആയ കോളുകൾ വരും. हमारे मोबाइल में बहुत सारी चीजें आते हैं। ആവശ്യമില്ലാത്ത സംസാരമൊക്കെ സംസാരിക്കും മൊബൈൽ കൂടി. कई प्रकार की गलत बातचीत होता है। ആവശ്യമില്ലാത്ത യൂട്യൂബ് ചാനലും സിനിമയൊക്കെ നമ്മൾ കാണും. उसके अंदर यूट्यूब सिनेमा सब देखते हैं। അതിനകത്ത് നമ്മുടെ ബൈബിൾ വെച്ച് സൂക്ഷിക്കാൻ നമ്മൾ നിരൂപിക്കരുത്. उसके अंदर से बाइबल पढ़ करके नहीं सोचना। നമുക്ക് ദൈവം സഹായിച്ച് പ്രിന്റ് ചെയ്ത ഒരു ബൈബിൾ ദൈവം തന്നിട്ടുണ്ട്. प्रभु की मदद से प्रभु ने प्रिंट करके बाइबल दिया है। നിങ്ങൾക്ക് വാങ്ങിക്കാൻ നിർവാഹം ഇല്ലെങ്കിൽ നമ്മളടുത്ത് പറയണത്. ये बाइबल खरीदने की हालेलुया ताकत नहीं रखता, बस हमें बोलिए हम खरीद के देंगे। हालेलुया. എവിടെയെങ്കിലും പൊടി പിടിച്ച സ്ഥലത്ത് കൊണ്ടുവന്നിട്ട് കളയാനുള്ളതല്ല തിരുവചനം. प्रभु का वचन कहीं भी जाके फेंक देने की चीज नहीं है। ഈ കൊണ്ടുവരാത്ത പലരും ബൈബിൾ നോക്കി കാണും, രാവിലെ കാണാത്തതുകൊണ്ടായിരിക്കും എടുത്തോണ്ട് വരാത്തത്. हालेलुया जो नहीं लाया उनमें से कई लोग सुबह बाइबल ढूंढा होगा नहीं मिला होगा। കാരണം അത്രയും ബഹുമാനം ദൈവജനത്തിന് കൊടുക്കുന്നുള്ളൂ. क्योंकि प्रभु के वचन को उतना ही कीमत है। ദയവ് ചെയ്ത് തിരുവചനത്തിന് ബഹുമാനം കൊടുത്ത് അത് ഹല്ലേലൂയ മീറ്റിംഗ് ഉള്ള സമയത്ത് കൊണ്ടുവരേണ്ടതാണ്. हेलो इसीलिए प्रभु के वचन को आदर देते हुए मीटिंग है तभी लेके आए। നമ്മുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായിരിക്കും. आपके जीवन में आशीष है। 2 കൊരിന്ത്യർ ലേഖനം 7-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. दूसरा कोरिन्थियों 7वां अध्याय पहला वचन से पढ़ें। अतः हे प्रियो, जबकि ये प्रतिज्ञाएं हमें मिली है तो आओ हम अपने आप को शरीर और आत्मा की सब मलिनता से शुद्ध करें और परमेश्वर का भय रखते हुए पवित्रता को सिद्ध करें। കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കുക. आंखों को बंद करें प्रार्थना। പരിശുദ്ധ പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം. കർത്താവിന്റെ സന്നിധിയിലായിരിക്കാൻ ഞങ്ങളുടെ ജീവിതത്തിൽ വീണ്ടും ഭാഗ്യം നൽകിയതിനായി സ്തോത്രം കർത്താവേ. ആരാധനയുടെ ആരംഭം മുതൽ ഇതുവരെയും അങ്ങ് ഞങ്ങളോട് കൂടിയിരുന്നല്ലോ കർത്താവേ. ഹല്ലേലൂയ. അങ്ങേ ആരാധിപ്പാൻ, ഞങ്ങളുടെ മാറ്റമില്ലാത്ത വചനം കേൾപ്പാൻ കർത്താവ് സഹായിച്ചു. അല്പം നിമിഷം ഞങ്ങളുടെ സന്നിധിയിലായിരിക്കുന്നു. തിരുവചനത്തിൽ ശുശ്രൂഷിപ്പാൻ അങ്ങയുടെ അഭിഷേകത്തിനെ വേണ്ടി ഞാൻ ബലപ്പെടുത്തുമാറാകണമേ. കേൾക്കുന്ന ജനത്തിന് വിടുതലായി തീരുക അങ്ങയുടെ നിറഞ്ഞ സാന്നിധ്യം വെളിപ്പെടുമാറാകണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. വായിച്ച വചനം ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് തരുന്ന കർത്താവേ വാഴ്ത്തി അനുഗ്രഹിച്ച് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. നമ്മൾ വായിച്ച 2 കൊരിന്ത്യർ ലേഖനം 7-ാം അധ്യായം 1-ാമത്തെ വാക്യം. हमने दूसरा कोरिन्थियों 7वां अध्याय पहला वचन पढ़ा है। ഈ ലേഖനം എഴുതിയത് പൗലോസാണെന്ന് നമുക്കറിയാം. पौलुस ने लिखा हुआ एक पत्री है। 1-ാമത്തെ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട് കൊരിന്ത്യർക്ക്. कोरिन्थियों को पहले भी एक पत्र लिखा। ദൈവവചനം അനുസരിക്കാതെ പാപം സഭയ്ക്കകത്ത് കയറിയപ്പോൾ താക്കീത് കൊടുത്ത് എഴുതിയ ലേഖനമായിരുന്നു 1-ാം ലേഖനം. पहला अध्याय में कलीसिया में जो कोई पाप करते थे उनको उलाहना दे के लिखा गया। 2-ാം ലേഖനം അപ്രകാരമല്ല. लेकिन दूसरा पत्र वैसे नहीं। 1-ാം ലേഖനം എഴുതിയതിനു ശേഷം ദുരുപദേശം സംസാരിക്കുന്നവർ സഭയ്ക്കകത്ത് കയറാനിടയായി തീർന്നു. हालेलुया पहला पत्र लिखने के बाद कई प्रकार के गलत उपदेश कलीसिया में आए। ദുരുപദേശം സംസാരിക്കുന്നവർ പൗലോസിനെതിരെ ഈ ജനത്തെ ഇളക്കി വിടുവാനായി. ऐसे लोग पौलुस के विरोध में हालेलुया लोगों को उकसाने लगे। ദൈവവചനം മാറ്റമില്ലാത്ത വചനം ശുശ്രൂഷിക്കുന്ന കഷ്ടതയുടെയും പട്ടിണിയുടെയും സകല ആപത്തിന്റെ നടുവിലും വിശ്വസ്തയോടെ നിൽക്കുന്ന പൗലോസിന് ഇത് കേട്ടപ്പോൾ വളരെ വിഷമമുണ്ടായി. हालेलुया प्रभु के लिए सच्चाई से सेवा करने वाले पौलुस ने सुना तो दर्द हुआ। അപ്പോൾ പൗലോസ് തീത്തോസിനെ ഈ കൊരിന്ത സഭയിലേക്ക് അയച്ചു. तभी पौलुस ने तीतुस को इस कोरिन्थ से भेजा। ഈ ഭാഗമൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്ത് ഒന്ന് നിരപ്പിക്കാനിടയായി തീർന്നു. ये सब बता के उनको समझाने के लिए बोला। അത് അംഗീകരിച്ചവർക്ക് നന്ദി അർപ്പിച്ചുകൊണ്ടും അംഗീകരിക്കാത്തവർക്ക് വീണ്ടും ഒരു താക്കീതുമായിട്ടാണ് ഈ ലേഖനം എഴുതിയത്. जिन्होंने उसको ग्रहण किया उनको हालेलुया प्रोत्साहन देते हुए, जिन्होंने ग्रहण नहीं किया उनको वापस उलाहना देते हुए लिखा है। ഈ 2 കൊരിന്ത്യർ ലേഖനം എഴുതിയതിന് ഒരു ലക്ഷ്യമുണ്ട്. ये दूसरे कोरिन्थियों को पत्र लिखने का उद्देश्य है അപ്പോസ്തലിക അധികാരത്തെ സ്ഥിരീകരിക്കാൻ വേണ്ടി ഈ ലേഖനം എഴുതിയത്. प्रेरितों को प्रभु ने दिया अधिकार के बारे में लिखा गया। ഹല്ലേലൂയ. हालेलुया। പിന്നെ
ദുരുപദേശത്തെ ഖണ്ഡിക്കാൻ വേണ്ടിയും കൂടെ ഈ രണ്ടാമത്തെ गलत ലേഖനം उपदेशों के विरोध में लिखा गया है। പ്രൈസ് ദി ലോർഡ്. 1 മുതൽ 7 വരെയുള്ള അധ്യായങ്ങളിൽ पहले अध्याय से लेकर 7वें अध्याय ഒരു तक അപ്പോസ്തലന്റെ ലക്ഷണങ്ങൾ എന്താണെന്ന് അതിനകത്ത് എഴുതിയിട്ടുണ്ട്. एक प्रेरित का लक्षण क्या लिखा है। 8-9 അധ്യായങ്ങളിൽ വിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ള ധർമ്മശേഖരത്തെ പറ്റി എഴുതിയിട്ടുണ്ട്. 8 और 9 में हालेलुया पवित्र लोगों के लिए रखा हुआ हालेलुया बातों के बारे में 10 लिखा है। മുതൽ 13 വരെയുള്ള അധ്യായങ്ങളിൽ അപ്പോസ്തലത്വത്തെ സ്ഥിരീകരിച്ചുകൊണ്ടാണ് എഴുതുന്നത്. 10 से लेकर 13 तक प्रेरिताई के बारे में लिखा എന്ന് गया है। പറഞ്ഞാൽ പൗലോസിന്റെ മേലുള്ള അപ്പോസ്തലന്റെ വിളിയെ സ്ഥിരീകരിച്ചുകൊണ്ട് 10 മുതൽ 13 വരെയുള്ള അധ്യായങ്ങളിൽ प्रेरित और अपने पुरुष प्रेरिता के बुलावट के बारे में उनको 10 से लेकर 13 तक लिखता है। ഹല്ലേലൂയ. ഈ വാക്യത്തിന്റെ ആരംഭത്തിൽ ഇപ്രകാരം പറയുന്നത്, ये वचन के शुरू में से लिखा है, പ്രിയമുള്ളവരെ, हे प्यारे लोगों, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളതുകൊണ്ട്. ये सब वायदा हमारे इसलिए। ആരുടെ വാഗ്ദത്തങ്ങളാ? किसका वायदा है? ദൈവം നമ്മളോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളതുകൊണ്ട്. प्रभु ने हमें दिया वायदा हमारा इसलिए। ഞാൻ ദൈവ ശബ്ദത്തെയും വാഗ്ദത്തെയും ആശ്രയിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. मैं प्रभु के वायदों के ऊपर विश्वास करता हूँ। എത്ര പേർക്ക് വിശ്വാസമുണ്ട് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ കുറിച്ച്? कितने लोग प्रभु के वायदों के ऊपर विश्वास करते हैं? പ്രൈസ് ദി ലോർഡ്. എങ്ങനെയെങ്കിലും പ്രവാചകന്മാരിൽ കൂടിയെങ്കിലും വാഗ്ദത്തങ്ങൾ കേട്ട എത്ര പേരുണ്ട്? आइए भविष्यवक्ताओं के द्वारा प्रभु का आवाज सुने कितने लोग हैं? കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. अपने हाथों को उठाकर प्रभु को धन्यवाद देंगे। ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അവന്റെ വാഗ്ദത്തങ്ങളെല്ലാം ഊന്ന് തന്നെയാണ്. क्या लोग उसके वायदे सब हाँ की हाँ और नहीं की नहीं होती? നേരം പോക്കിന് വേണ്ടിയോ നമ്മളെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടിയല്ല ദൈവം നമ്മളോട് വാഗ്ദത്തം ചെയ്യുന്നത്. टाइम पास के लिए परमेश्वर से बात नहीं करता है। ദൈവം നമ്മളെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടിയല്ല വാഗ്ദത്തം പറയുന്നത്. तात्कालिक तौर से हमें खुश करने के लिए प्रभु नहीं बोलता। നമുക്ക് ദൈവം തരുന്ന അനുഗ്രഹങ്ങളെ പറ്റിയാണ് ദൈവം വാഗ്ദത്തം ചെയ്യുന്നത്. हमें प्रभु ने दिए वायदों के बारे में लिखता है। ചിലപ്പോൾ നമ്മൾ വാഗ്ദത്തം കേൾക്കുന്ന സമയത്ത് അത് നിവർത്തീകരിക്കാനുള്ള ഒരു സാധ്യതയും കാണത്തില്ല. जब कई बार प्रभु के वायदों के बारे में सुनते हैं, वो पूरा होने का कोई गुंजाइश नहीं होता। സാധ്യതയില്ലെങ്കിലും അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ് എന്നോട് സംസാരിച്ച് നമ്മൾ വിശ്വസിക്കുക. गुंजाइश नहीं है तो भी हालेलुया असंभव को संभव करने वाले परमेश्वर ने मुझसे बात की, विश्वास करें। ഹല്ലേലൂയ. हालेलुया। അബ്രഹാമിനോട് ദൈവം വാഗ്ദത്തം ചെയ്തു. अब्राहम से प्रभु ने वायदा किया। അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്തത് മക്കളെ കൊടുക്കുമെന്ന് പറഞ്ഞ വാഗ്ദത്തം ചെയ്തത്. उसको बोला मैं तुझे संतान दूंगा। ഹല്ലേലൂയ. വാഗ്ദത്തം കൊണ്ട് പറയുന്നത് കേൾക്കുമ്പോഴേ ശത്രു പ്രശ്നങ്ങൾ കൊണ്ടുവരാനിടയായി തീരും. वायदा के बारे में बात करते ही शैतान ने कई खिलाफत लेके आया। ഹല്ലേലൂയ. 15-ാം അധ്യായം നമുക്ക് കാണുക. കാരണം നീ ആകാശത്തേക്ക് നോക്കുക, നക്ഷത്രങ്ങളെ എണ്ണാൻ കഴിയുമെങ്കിൽ നീ എണ്ണുക. ഹല്ലേലൂയ. അതുപോലെ ഞാൻ നിനക്ക് മക്കളെ തരും. 15 अध्याय में लिखा तो आकाश को देख ले, तारों को गिन सकता गिन ले, मैं तेरे बच्चों को ऐसे करूंगा। വെളിയിലേക്ക് പോകുന്ന സഹോദരന്മാർ പെട്ടെന്ന് തിരിച്ചു വരണ്ട. जो कोई बाहर जाते जल्दी जल्दी वापस आ जाए। പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. हालेलुया। അസാധ്യ സമയത്ത് ദൈവം സംസാരിച്ച അബ്രഹാമിനോട് परमेश्वर हालेलुया असंभव के समय की बात करता है। ആകാശത്തിലെ നക്ഷത്രങ്ങളെ നോക്കുക. ഹല്ലേലൂയ. അതുപോലെ ഞാൻ നിനക്ക് മക്കളെ തരും. आकाश के तारों को गिन ले, मैं तेरे बच्चों को ऐसे करूंगा। പക്ഷേ വാഗ്ദത്തം കേട്ടിട്ടും അവർ മറ്റൊരു ഡൈവേഴ്സിലോട്ട് പോകാനിടയായി തീർന്നു. पहले वायदा सुना तो भी और दूसरे रास्ते चले गए। അങ്ങനെ അഹാന്റെ അടുത്ത് പോയി ഇസ്മായിൽ ജനിച്ചു. ऐसे इस्माइल पैदा हुआ। ഇസ്മായിൽ ജനിക്കുമ്പോൾ 86 വയസ്സ് അബ്രഹാമിനുണ്ട്. इस्माइल जो पैदा हुआ तब 86 साल का था। ഹല്ലേലൂയ. 86 വയസ്സിന് ശേഷം പിന്നെ 99ാമത്തെ വയസ്സിലാണ് ദൈവശബ്ദം അബ്രഹാം കേൾക്കുന്നത്. यानी उसके बाद 99 साल की उम्र में उसने प्रभु का आवाज सुना। പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മൾ കേൾക്കുന്ന വാഗ്ദത്തങ്ങളെ തടയാൻ ശത്രു പല അടവുകൾ കൊണ്ടുവരും. हम ने पाए हुआ वायदाओं को रोकने के लिए शैतान कई रास्ते लेके അതിനെ അതിജീവിക്കാനുള്ള നമ്മുടെ കർത്തവ്യമാണ്. उसके ऊपर जय पाना हमारा कर्तव्य है। ഹല്ലേലൂയ. ശത്രുവിന്റെ എപ്പോഴത്തെയും ആഗ്രഹം നമ്മളോട് ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങളെ തടയുക എന്നുള്ളതാണ്. शैतान हम समझ चाहता है कि प्रभु के वायदा हमारे जीवन में सिद्ध न हो। ആ ശത്രുവിന്റെ തന്ത്രത്തെ മനസ്സിലാക്കി നമ്മൾ ആ വാഗ്ദത്തത്തിനായി കാത്തിരിക്കേണ്ടവരാണ് നമ്മൾ. शैतान की योजनाओं को जानकर उसको पाने के लिए प्रभु के चरणों में बैठना। ഹല്ലേലൂയ. ഇസ്മായേൽ ജനിച്ചു കഴിയുമ്പോൾ 86 വയസ്സുണ്ട് അബ്രഹാം. इस्माइल जब पैदा हुआ तभी अब्राहम 86 साल का था। പക്ഷേ 99ാമത്തെ വയസ്സിൽ വീണ്ടും ദൈവം പ്രത്യക്ഷമായി. उसके बाद 99 साल की उम्र में प्रभु ने से बात കാരണം किया। ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ഊവുന്നത് തന്നെയാണ്. प्रभु की बातें हाँ की हाँ और नहीं की नहीं होती है। 18ാം അധ്യായത്തിൽ വരുമ്പോൾ 18वें अध्याय में आते വീണ്ടും മമ്രയുടെ തോപ്പിൽ വെച്ച് ദൈവം പ്രത്യക്ഷമായി. मम्रे में प्रभु ने अब्राहम को दर्शन दिया എന്നിട്ട് അബ്രഹാമിനോട് പറയുന്ന ഒരു और ഭാഗമാണ്. अब्राहम से ऐसे कहा, ഹല്ലേലൂയ. അടുത്ത വർഷം ഞാൻ നിനക്ക് ഒരു മകനെ തരാം. अगले साल मैं तुझे एक संतान दूंगा। ഇതുവരെയും ശത്രു നിന്റെ ആ വാഗ്ദത്തങ്ങളെ തടയപ്പെടുത്തി. अभी तक शैतान ने तेरे आशु को रोक दिया। ഹല്ലേലൂയ. ഇനി തടയാൻ കഴിയത്തില്ലെന്ന് അതിന്റെ അർത്ഥം. उसका मतलब इसके आगे वो रोक नहीं सकता। അടുത്ത വർഷം എന്നാ പറയുന്നത്. अगले साल। അതിനു മുമ്പ് എപ്പോഴാ തരുന്നതെന്ന് വാഗ്ദത്തത്തിൽ ഇല്ലായിരുന്നു. उसके पहले कभी मिलेगा मालूम नहीं പല था। വർഷങ്ങളായിട്ട് അബ്രഹാമിന്റെ വാഗ്ദത്തത്തെ ശത്രു തടഞ്ഞു. कई सालों से शैतान ने उसके रास्तों को रोक പക്ഷെ दिया। 99ാമത്തെ വയസ്സിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ട് പറയാ, 99 साल की उम्र में प्रभु कहता है, ഇനി നിനക്ക് നിന്റെ വാഗ്ദത്തം തടയാൻ ശത്രുവിനെ ഞാൻ അനുവദിക്കത്തില്ല. इसलिए कि शैतान तेरे वायदों को नहीं रोक सकता। ഇന്ന് പകലിൽ അതേ ഒരു ദൈവ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്. आज वही प्रभु की उपस्थिति आज हमारे बीच में है। ഇതുവരെ നമ്മൾ കേട്ട പല വാഗ്ദത്തങ്ങളെ ശത്രു തടസ്സപ്പെടുത്തി. अभी तक प्रभु से सुना कोई वायदा रुक गया। പല വാഗ്ദത്തങ്ങൾ നമ്മുടെ
ജീവിതത്തിൽ നിവർത്തീകരിക്കാതിരിക്കുവാൻ പല ഡിലേകളും ശത്രു വരുത്തി. कई प्रकार का रुकावट शैतान लेके आया. ഇന്ന് പകൽ ജീവനുള്ള ദൈവത്തിന്റെ സന്നിധിയിലാണ് നമ്മളായിരിക്കുന്നത്. जीवते परमेश्वर की हुजूरी में हम आए हैं. നിന്നോട് വാഗ്ദത്തം ചെയ്ത ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി നീ വിശ്വസിക്കുക. तुझे वायदा की परमेश्वर की ओर देख के तू विश्वास कर. എന്നിട്ട് പറയുക, सब बोलो, ഇതുവരെ എന്റെ വാഗ്ദത്തത്തെ ശത്രു തടഞ്ഞു വെച്ചു. अभी तक शैतान तूने मेरे वायदा को रोक दिया. എന്നാൽ ഇന്ന് അവരെ ശത്രു തടഞ്ഞു വെച്ച സകല ബന്ധനങ്ങളെ എന്റെ കർത്താവ് തകർന്നു. लेकिन आज से प्रभु मुझे वो सब सिद्ध करके देता है. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? कितने लोग विश्वास करते हैं? मुंह खोल के बोल सकते हैं. ആ മമ്രയുടെ തോപ്പിൽ ഇറങ്ങി വന്ന ദൈവ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുണ്ട്. वो ममरे में उतरा, प्रभु आज हमारे बीच उतरा നിങ്ങൾ है. വിശ്വസിച്ചുകൊണ്ട് പറ, विश्वास के साथ बोले, ഈ ഒരിക്കലും എന്റെ വാഗ്ദത്തത്തെ തടയുവാൻ ശത്രുവിനെ ഞാൻ അനുവദിക്കത്തില്ലെന്ന്. इसके आगे मेरे वायदा को रोकने के लिए मैं शैतान को अनुमति नहीं दूंगा. ഒരു കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ട് പിന്നെ മടങ്ങി വരാം. अल्लाह और एक बात बता के मैं आता हूं. ദൈവ വാഗ്ദത്തം എന്ന് പറയുന്നത് ഓരോ വിത്തുകളാ. अल्लाह प्रभु वायदा व्यक्तियों से करता ഈ है. വിത്തുകൾ വന്ന് വീഴുമ്പോൾ ശത്രു ഓരോ തടസ്സങ്ങൾ അതിന്റെ മേലിൽ ये ഇടും. जब भाग्य बीज बोया जाता है, कई बार शैतान ഓരോ रोक देता है. ബന്ധനങ്ങൾ അതിന്റെ മേളിൽ കൊണ്ടുവന്നിടും. एक एक बंधन लाएगा. ഒരിക്കലും ഈ വിത്താകുന്ന വാഗ്ദത്തം പൊട്ടി മുളയ്ക്കരുന്ന ഉദ്ദേശത്തില ശത്രു ഓരോ ബന്ധനങ്ങൾ वो ये नहीं കൊണ്ടുവരുന്നത്. चाहता है कि कभी उगने ना पाए. പക്ഷെ മരുഭൂമിയും വരണ്ട നിലമാണ് നിൽക്കുന്ന ഒരു വചനം നമുക്ക് യെശയ്യാവിൽ നമുക്ക് കാണാൻ സാധിക്കുക. ऐसा नबी 53 में हम देखते हैं, सूखी भूमि में भी उगेगा. കാരണം മഴ പെയ്തിറങ്ങുമ്പോ ഈ വിത്ത് മുളച്ച് മേലിലേക്ക് വരുവാനിടയായി തീരും. जब पानी गिरेगा तो भी ये बीज उगेगा. എന്ന് പറഞ്ഞ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമ്മളിലേക്ക് ഇറങ്ങി വരുമ്പോ पवित्र आत्मा का उपस्थिति उतरते समय പിന്നെ പിശാചിന് ഒരിക്കലും വാഗ്ദത്തം തടയാൻ കഴിയത്തില്ല. उसके बाद शैतान हल्के हमारे रास्तों को नहीं रोक ഇന്ന് പകലിൽ പകർന്ന അഭിഷേകത്തിന്റെ സാന്നിധ്യം എത്ര പേർ അനുഭവിക്കുന്നുണ്ട്? सकता. पवित्र आत्मा की उपस्थिति का എത്ര अनुभव പേർ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ദൈവത്തെ ആരാധിച്ചു? कितने लोग पवित्र आत्मा की भरपूरी में आराधना ഇന്ന് करते हैं. പകലിൽ ഈ വിശ്വാസത്തോടെ അല്പനിമിഷം ആത്മാനിറവിലൊന്ന് സ്തുതിക്കാൻ തുടങ്ങിയാട്ടെ. आज थोड़ी देर विश्वास के साथ आराधना करना शुरू करें. നിന്റെ വാഗ്ദത്തങ്ങൾ നിവർത്തീകരിക്കാതിരിക്കാൻ ശത്രു തടഞ്ഞ ചില ബന്ധനങ്ങൾ ഈ രാത്രി ഈ പകൽക്കാലം വഴിഞ്ഞു മാറുവാൻ तेरे वायदा को रोकते हुए कई बंधनों को आज प्रभु खोलने के ഈ लिए ആത്മാനിറവിൽ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങിയാട്ടെ. आत्मा में प्रभु का आराधना करना शुरू करें. ചൂടാബലബലബാരക പ്രൗഢഗമനാരകളുടേകരമ്പനാലുകാരക രീഗാബാന ചൂടഗമന ദീഗബനരകളുടേകാരകൾ പ്രൗഢഗമനാരക. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. Praise you, Jesus. Hallelujah. Praise the Lord. നമ്മൾ വായിച്ച ഭാഗത്ത് ഇപ്രകാരം കണ്ടത്. हमने ऐसा पढ़ा है. പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ ये നമുക്ക് वायदा हमें मिले इसलिए ദൈവസഭയെ നോക്കി പറയുകയാ. कलीसिया को देख के ഈ വാഗ്ദത്തങ്ങൾ പറയുമ്പോൾ അതിന് മുമ്പിലുള്ള ഭാഗത്ത് അത് പറയുന്നുണ്ട്. अल्लाह वायदा के बारे में पहले लिखा है, ഞാൻ അവരിൽ വസിക്കുകയും मैं उनके अंदर वास करूंगा, അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. मैं उनके साथ चलूंगा, ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമാകും. वे मेरे हल प्रजा और हल में उनका परमेश्वर है. ഇരമ്യാ വർഷങ്ങൾക്ക് മുമ്പ് ദൈവാത്മാവിൽ ദൈവജനത്തെ നോക്കി പ്രവചിച്ച ഭാഗവ ഇവിടെ പൗലോസ് കോട്ട് ചെയ്തിരിക്കുന്നു. जहाँ पे पौलुस ने यार मैंने कई साल पहले बोला बात लिखा है. അന്ന് ജനമെല്ലാം പാപം ചെയ്ത് ദൈവത്തിൽ അകന്നു പോയ ഒരു ഇരുണ്ട കാലഘട്ടമായിരുന്നു. वो लोग प्रभु से पाप करके प्रभु से दूर हो गए. അവരെ നയിക്കാൻ ഒരു ലീഡർ ഇല്ലായിരുന്നു ആ സമയത്ത്. चलाने के लिए एक लीडर नहीं था. അവർ ഇരുണ്ട കാലഘട്ടത്തിൽ കൂടി പോകുകയാ. वो एक अंधकार का समय ആ था. സമയത്ത് ചെറിയ പ്രവാചകന്മാരും വലിയ പ്രവാചകന്മാരോട് 17 പ്രവാചകന്മാർ ആ സമയത്ത് ദൈവം उस समय ഇറക്കിവിട്ടിട്ടുണ്ടായിരുന്നു. करीबन 17 नबी लोग वहाँ पे आए. മാനസാന്തരപ്പെട്ട് മടങ്ങി വരാം പ്രവാചകന്മാർ കൂടി ദൈവശബ്ദം കേട്ടിട്ട് അവർ മടങ്ങി आज വരാനിടയായില്ല. लौट के आगे आने के लिए बोल के नहीं आए. മലാക്കി കഴിയുമ്പോൾ ഏകദേശം 300 വർഷത്തോളം ഇരുണ്ട കാലഘട്ടത്തിൽ കൂടി വീണ്ടും ജനം കടന്നു പോകുകയാ. मलाकी नबी के बाद आने करीबन 300 साल प्रभु ने बात नहीं की. അപ്പോൾ അവരുടെ മനസ്സിൽ ഭയങ്കര വേദനകളും പ്രശ്നങ്ങളും ഉണ്ട്. तभी उनकी जिंदगी में बड़ा खिलाफ था. ഞങ്ങൾക്കൊരു ലീഡർ ഇല്ല, हमको एक खाली दिया ये सब रहने वाले नहीं. ഞങ്ങളുടെ ദൈവം ഞങ്ങളോട് കൂടെയില്ല, हमारे प्रभु हमारे साथ नहीं. ശത്രുവിന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കുവാൻ ഞങ്ങളുടെ ദൈവം ഞങ്ങളോട് കൂടെയില്ല. शत्रु के हाथ से बचाने के लिए हमारे प्रभु हमारे साथ नहीं है, കാരണം പാപമാ. क्योंकि हमारा पाप है. പക്ഷെ അതിനു മുമ്പ് ഒരു ആശ്വാസ വചനം വന്നതുപോലെ ദൈവം ഇരമ്യാവിൽ കൂടി പറയാ, ഞാൻ അവരിൽ വസിക്കും. लेकिन उसके पीछे वायदा के तौर पर यिर्मयाह कहता है मैं तुम्हारे बीच में चलूंगा, അവരുടെ ഇടയിൽ നടക്കും. उनके साथ चलूंगा, ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമാകും. मैं उनका परमेश्वर और मेरे लोग ഒരു होंगे. എക്സാമ്പിൾ ഞാൻ നിങ്ങളോട് പറയാം. एक उदाहरण कहता हूँ. ഹല്ലേലൂയ. ഒരു സർക്കിൾ ഇൻസ്പെക്ടർ ഉള്ള ഒരു വീട്ടിൽ एक सर्कल इंस्पेक्टर जिस घर में है, ഹല്ലേലൂയ വഴക്കുണ്ടാക്കാൻ വേണ്ടി ഏത് മനുഷ്യനും മടിക്കും. हालिया वहाँ पे आगे झगड़ा करने के लिए कोई भी डरता है, കാരണം അത് സർക്കിൾ ഇൻസ്പെക്ടറിന്റെ വീടാന്ന് പറയും. क्योंकि सबको मालूम है सर्कल इंस्पेक्टर का घर है. അവിടെയുള്ള മറ്റാരെങ്കിലും വെളിയിലേക്ക് ഇറങ്ങിപ്പോയാല് हालिया और कोई वहाँ से गया तो വെളിയിൽ നിൽക്കുന്നവർ പറയും ഇവൻ സർക്കിൾ ഇൻസ്പെക്ടറിന്റെ വീട്ടിലുള്ളവനാ. हालिया वो ये सभी बाकी लोग बोलेंगे सर्कल इंस्पेक्टर घर का आदमी है, കാരണം സർക്കിൾ ഇൻസ്പെക്ടറിന് ഒരു അധികാരമുണ്ട്. क्योंकि उसको अधिकार मिला. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയ പിടിച്ച് അകത്താക്കാനുള്ള പവർ സർക്കിൾ कुछ ഇൻസ്പെക്ടറിനുണ്ട്. गड़बड़ किया तो अंदर डालने का अधिकार उसको है. ഹല്ലേലൂയ. हालेलुया. ഒരു
മനുഷ്യന് അപ്രകാരം അധികാരമുണ്ടെങ്കിൽ यदि एक इंसान भी अधिकार होता है तो സർവ്വ ചരാചരങ്ങളെ സൃഷ്ടിച്ച നമ്മുടെ കർത്താവിന് हालेलुया, सब चीजों का निर्माण करता हमारा परमेश्वर എത്ര അധികാരമുണ്ടെന്ന് ഈ പകൽക്കാലം कितना വിശ്വസിക്കുക. अधिकार है सोच के देखिए. അവൻ നമ്മളുടെ ഇടയിൽ വസിച്ചാൽ, वो हमारे बीच में वास करेगा, അവൻ നമ്മുടെ കുടുംബത്തിൽ വസിച്ചാൽ, हमारे परिवार में वास करेगा, അവൻ നമ്മുടെ മനസ്സിനകത്തുണ്ടെങ്കിൽ, हमारे मन के अंदर रहता അവന് വസിക്കാൻ നമ്മൾ ഇടം കൊടുക്കുന്നുണ്ടെങ്കിൽ है, वास करने के ഒരു लिए ശത്രു നമ്മളെ ആക്രമിക്കാൻ നമ്മുടെ അരികിലേക്ക് വരത്തില്ല. कोई शैतान हमें छू नहीं सकता. നമ്മളെ കാണുമ്പോഴേ ഭയപ്പെട്ട് ശത്രു ഓടുവാനിടയായി തീരും. देख के शैतान भाग जाएगा. ഇന്ന് പകൽക്കാലം എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് അവൻ എന്റെ ഉള്ളിലുണ്ടെന്ന്? कितने लोग विश्वास करते हैं प्रभु मेरे अंदर है? എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് അവന്റെ സാന്നിധ്യം എന്റെ കുടുംബത്തിനകത്തുണ്ടെന്ന്? कितने लोग विश्वास करते हैं प्रभु की उपस्थिति मेरे എത്ര जीवन പേർ में? വിശ്വസിക്കുന്നുണ്ട് അവന്റെ സാന്നിധ്യം എന്റെ സഭയിലുണ്ടെന്ന്? कितने लोग विश्वास करते हैं उसकी उपस्थिति मेरी कलीसिया में है? Praise the Lord. Hallelujah. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. अपने हाथों को उठा के प्रभु को धन्यवाद करेंगे. എന്നിട്ട് ഈ ഇറങ്ങി വന്ന ദൈവം വസിക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അടുത്ത ഭാഗത്ത് പറയുന്നുണ്ട്. आगे ये उतराव परमेश्वर रहने के लिए क्या करना है? അവരുടെ നടുവിൽ നിന്ന് നിങ്ങൾ പുറപ്പെട്ട് വേർപിടിപ്പിൻ. हालेलुया, तुम उनके बीच से अलग हो जाओ. ഒരു വേർപാടിനെ പറ്റി ഇവിടെ പറയുകയാണ്. एक अलग दाव के बारे में लिखा है. ഹല്ലേലൂയ. അതിലെ ഈ പാരഗ്രാഫ് ആരംഭിക്കുമ്പോൾ പറയുന്നുണ്ട്, हालेलुया, ये इसकी शुरुआत में लिखा है. നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ല പിണ കൂടരുത്. अविश्वासियों के साथ असमान जो में ना जुड़ो. ഹല്ലേലൂയ. हालेलुया. ഞാനൊരു ഉപദേശം എന്ന പോലെ നിങ്ങളോട് ഒരു കാര്യം ഞാൻ പറയാം. एक उद्देश्य का उनसे कहता हूं. വിവാഹം കഴിക്കാത്ത പെൺകുഞ്ഞുങ്ങളും ആൺകുഞ്ഞുങ്ങളും ഇവിടെ ഇരിപ്പുണ്ട്. हालेलुया, ऐसे बच्चे बैठे हैं जो हालेलुया कुंवारे हैं. നിങ്ങൾ ആവശ്യമില്ലാത്ത ബന്ധങ്ങളിൽ ഏർപ്പെട്ടിട്ട് तुम गलत संबंधों में जाके ജാതികളായ പെണ്ണുങ്ങളെയോ ചെറുക്കന്മാരെയോ സ്നേഹിച്ചിട്ട് अन्य जाति के लड़का या लड़की से प्यार करके ജാതീയ രീതിയിൽ പോയി വിവാഹം കഴിച്ചിട്ട് अन्य जाति के तौर पर तुमने शादी किया तो രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട നിങ്ങൾ പിന്നെ ഇങ്ങോട്ട് വരരുത് ദൈവമേ. उद्धार पाके बपतिस्मा लियो, फिर इस कलीसिया में नहीं आना. ഹല്ലേലൂയ. हालेलुया. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ദൈവമക്കള് जो उद्धार पाके बपतिस्मा ले लो, അതുപോലെ രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ദൈവമക്കളെ വിവാഹം ചെയ്യാവൂ. अपने समान उद्धार पाके बपतिस्मा ले लो, उससे അല്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം പോയി വിവാഹം കഴിച്ചിട്ട് अपनी इच्छा के अनुसार जिसको चाहते हो उसको अगर शादी करेंगे, ജാതീയ ദേവന്റെ ദേവിയുടെ ഒക്കെ നാമത്തിൽ വിവാഹം കഴിച്ചിട്ട് उनके नाम में हालेलुया ब्याह शादी करके പിന്നെ ദൈവസഭയ്ക്കകത്തോട്ട് കടന്നു വരരുത്. कलीसिया के अंदर नहीं आना. ഇത് എന്റെ ഉപദേശമല്ല, തിരുവചനം പറയുന്നതാ. ये मैं नहीं, प्रभु का कलाम कहता है. പ്രൈസ് ദി ലോർഡ്. ദൈവം പറയാ നിങ്ങൾ വേർപെട്ടിരിക്കണം. प्रभु कहते तुम अलग हो, ഞാൻ നിങ്ങളുടെ ഇടയിൽ വസിക്കണോ? तुम्हारे बीच वास करना है. നിങ്ങൾക്ക് വേർപാടും വിശുദ്ധിയും ഉണ്ടായിരിക്കണം. तुम्हारे जिंदगी में अलग होना जरूरी. നിങ്ങൾ ശ്രദ്ധിക്കണം. हालेलुया. നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഈ കാര്യങ്ങൾ? सब लोग ध्यान दे रहे हैं क्या? നമ്മൾ ദൈവമക്കളാണെങ്കിൽ അതിൻ്റെതായ അടുക്കും ചിട്ടയും കൂടെ ജീവിക്കണം. हम प्रभु के संतान है तो पवित्र जीवन बिताए. ദൈവസഭ ചുമ്മാതെ ഉണ്ടായതല്ല. कलीसिया ऐसी पैदा नहीं हुआ है. ഉച്ചി മുതൽ പാദം വരെ മുറിവുകൾ ഏറ്റ ശരീരമാണ് യേശു ക്രിസ്തുവിന്റെ ശരീരം എന്ന് പറയുന്നത്. लेकिन नाखून तक हालेलुया घायल किया यीशु ने अपने लहू से खरीदा है. അവന്റെ സകല രക്തവും തിരുസഭയ്ക്ക് വേണ്ടി ചൊരിഞ്ഞിട്ടാ സഭ ഉണ്ടാക്കിയത്. उसने अपना आखिरी बूंद पूर्ण कलीसिया के लिए बहा दिया. അവൻ പരിശുദ്ധനിൽ പരിശുദ്ധനാ. पवित्र में पवित्र है. ആ വിശുദ്ധ ശരീരമാണ് സഭ എന്ന് പറയുന്നത്. वो पवित्र हालेलुया ये कलीसिया है. തോന്നിയത് പോലെല്ലാം നടന്നിട്ട് വന്ന് കേറിയിരിക്കാനുള്ളതല്ല ദൈവസഭ. अपने मर्जी के अनुसार जीवन बिता के आके बैठने का जगह नहीं है. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവർ വിശുദ്ധിയോടും വേർപാടോടും കൂടി ജീവിച്ചിട്ട് വേണം ദൈവസഭയ്ക്കകത്ത് കടന്നു വരാൻ. उद्धार पाके बपतिस्मा ले लो, पवित्र जीवन बिताते हुए कलीसिया में आना അപ്പൊ है. ജാതികളോട് വേർപെടണം. अन्य जातियों से अलग रहना. ഇനി രണ്ടാമത് പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. पौलुस बोलते ही बात है. വിശ്വാസികൾ എന്ന് പറയുന്ന അവിശ്വാസികളുണ്ട്. विश्वासी बोलते हुए अविश्वासी लोग. 1 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം വായിച്ചാട്ടെ. पहले कुरिन्थियों 5:11. पर मेरा कहना यह है कि यदि कोई हाई फैला कर व्यभिचारी या लोभी या मूर्ति पूजक या गाली देने वाला या पियक्कड़ या अंधेर करने वाला हो तो उसकी संगति मत करना, वरन ऐसे मनुष्य के साथ खाना भी ना खाना. ആമേൻ. ഞാൻ പറയുന്ന കാര്യമല്ലേ? मैं नहीं, लेकिन वचन कहता है. പൗലോസ് പറയുക पौलुस कहता है വിശ്വാസികൾ എന്ന പേരുപെട്ട അവിശ്വാസികളുണ്ട്. पहले तुम्हारे पीछे भाई कहना कि गलत काम करने लोग, ഒന്നാമത്തെ പേര് പറയാം ദുർനടപ്പുകാരുണ്ട് അതിനകത്ത്. जो गलत चाल चलते हैं. ദൈവഹിതമില്ലാത്തതെല്ലാം പോയി ദൈവഹിതമില്ലാത്തതെല്ലാം ചെയ്യുന്ന സഹോദരങ്ങള്. अरे प्रभु का इच्छा नहीं तो जगह में जाते हैं उधर के काम शुरू करते हैं. രണ്ടാമത്തെ പേര് പറയാ അത്യാഗ്രഹികളുണ്ട്. लोभी लोग. മൂന്നാമത്തെ പേര് പറയാ വിഗ്രഹാരാധികളുണ്ട്. तीसरा मूर्ति पूजक. ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവര് उद्धार पाके बपतिस्मा लिया कोई भी, വിഗ്രഹാരാധികളും ഉണ്ടെന്ന് പൗലോസ് പറയാ. उनके बीच में मूर्ति पूजक लोग हैं. ആവശ്യം വരുമ്പോ പോയി കൈ നോക്കുക, जब जरूरत पड़ता है जाके हाथ दिखाते हैं. ആവശ്യം വരുമ്പോ ഫോട്ടോ കാണിച്ച് ഫലം പറയിപ്പിക്കുക, जरूरत पड़ेगा तो फोटो दिखा के लिए बात पूछना. ആവശ്യം വരുമ്പോഴത്തേനും പോയി പിന്നെ ആഭിചാരം ചെയ്യുക. अरे जरूरत पड़ेगा तो जादू टोना करना है.
ഇതാ വിഗ്രഹാരാധ്യം എന്ന് പറയുന്നത്. इसको मूर्ति पूजा कहते हैं. ഇങ്ങനെ ഈ മദ്യപിക്കുകയും വെറുകുതുകയും തമ്പാക്ക് വെക്കുകയും ഉൾക്കാ ചെയ്യുകയും ഉൾക്കാ തിന്നുകയും വ്യഭിചരിക്കുകയും വിഗ്രഹാരാധ്യമായിട്ടൊക്കെ പോകുന്ന സഹോദരങ്ങൾ ഉണ്ടെങ്കിൽ, अगर तुम्हारे बीच में तंबाकू खाने वाला, गुटखा खाने वाला, व्यभिचार करने वाला कोई भाई है तो പൗലോസ് പറയുക, पौलुस कहता है അവരുടെ കൂടെ ഇരുന്ന് റൊട്ടിയും ദാലും ചപ്പാത്തിയും പോലും തിന്നരുതെന്ന്. उनके साथ दाल रोटी भी नहीं खाना. മനസ്സിലായോ? समझ रहे हैं क्या? നമ്മൾ സാധാരണ തിന്ന ചപ്പാത്തിയും ദാലും പോലും അവരുടെ കൂടെ ഇരുന്ന് തിന്നരുതെന്നാ പൗലോസ് പറയുന്നത്. हमारा साधारण दाल रोटी भी इनके साथ नहीं खाना. അങ്ങനാണെങ്കിൽ ഈ വിശുദ്ധ തിരുമേശയ്ക്ക് നിങ്ങൾ എത്ര പ്രാധാന്യം കൊടുക്കും? ऐसा हो तो पवित्र मेज कितना कीमती है. Praise the Lord. Praise the Lord. പാപത്തെ സപ്പോർട്ട് ചെയ്യത്തില്ല ഞങ്ങൾ ഒരിക്കലും. पहले हम कभी भी पाप को सपोर्ट नहीं करें. പാപത്തെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയല്ല ഈ വചനം എടുത്തോണ്ട് ഇറങ്ങിയത്. पहले को हम पाप को हटाने के लिए, प्रोत्साहन देने के लिए वचन लेके യേശു ആരാണെന്നോ എന്തിനു വേണ്ടിയാ കാൽവരി മരിച്ചു എന്ന് അറിഞ്ഞാൽ രക്ഷിക്കപ്പെടുന്നത്. पहले यीशु मसीह कौन है और क्यों हमारे लिए मरा, ये जान के हमने उद्धार पाया. പാപത്തെ കഴുകിക്കളയാനാ സ്നാനപ്പെടുന്നത്. अल्ले पापों को दौड़ाने के लिए बपतिस्मा लिया है. ഇതെല്ലാം ചെയ്തിട്ട് ഈ നമ്മൾ വായിച്ച ലേഖനത്തിൽ കാണുന്ന പാപം എല്ലാം ചെയ്തിട്ട് പിന്നെ വന്നിരിക്കുന്നുണ്ടെങ്കിൽ, यदि हमने पढ़ा हुआ है, सारा पाप करके आके बैठते हैं तो ഈ ഇരിക്കുന്ന സഹോദരി സഹോദരൻ അങ്ങനെ ഉള്ളവനാണെന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ऐसा भाई या बहन ऐसा स्वभाव का मान पड़ गया तो പൗലോസ് പറയും അവരുടെ കൂടെ ഇരുന്ന് നമ്മൾ ഭക്ഷണപാനീയം പോലും കഴിക്കരുത്. और उसके अंदर से लोगों के साथ भोजन भी नहीं करना. തിരുസഭയ്ക്ക് മാന്യത കൊടുക്കണം. अल्ले कलीसिया को इज्जत दे. യേശുവിന് കർത്താവ് യേശു ക്രിസ്തുവിന് ബഹുമാനം കൊടുക്കണം. यीशु मसीह को आदर दे. നിങ്ങൾ ഞങ്ങളെ ചതിക്കരുത്. आप लोग हमें धोखा ना दे. ദൈവസഭയെ ചതിക്കരുത്. कलीसिया को धोखा ना दे. രക്ഷിക്കപ്പെട്ടവരാണോ സ്നാനപ്പെട്ടവരാണോ അതിന്റെ മാന്യതയിൽ ജീവിക്കണം. उद्धार पाए बपतिस्मा लिया और लिए उसकी इच्छा के अनुसार जीवित. ദൈവവചനം നമ്മൾ വായിച്ച പ്രകാരം प्रभु का वचन ऐसे पढ़ा. ഹല്ലേലൂയ. ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളതുകൊണ്ട് ये सारे वायदे हमें मिले इसलिए ആത്മാവിലെ ജഡത്തിലെ കന്മഷം നീക്കി കളഞ്ഞു हमारे आत्मा और शरीर के सारे हानि मलिनता को दूर करके വിശുദ്ധിയെ തികച്ചു കൊള്ളുക. अल्ले परमेश्वर के डर में पवित्रता को सिद्ध करो. ആത്മാവിൽ പാപം ഉണ്ടെങ്കിൽ यदि आपके आत्मा में पाप है तो നിങ്ങൾ കഴുകി കളയണം. अभी धो दे. ശരീരത്തിൽ പാപം ഉണ്ടെങ്കിൽ शरीर में पाप है तो ഹല്ലേലൂയ നിങ്ങൾ കഴുകി കളയണം. धो दे. ഹല്ലേലൂയ. അവരുടെ പെട്ടകത്തിനകത്ത് പ്രാവ് ഉണ്ടായിരുന്നു, കാക്കയുണ്ടായിരുന്നു. नोआ के संदूक के अंदर हाल कबूतर भी था, कौवा भी था. കാക്ക വന്നും പോയി നിന്നു. अल्ले कौवा आते जाता रहा. അളിഞ്ഞു കിടക്കുന്ന ശവശരീരത്തിൽ പോയി കൊത്തിയും പറിച്ചു അവിടെ ഇരുന്ന് തിന്നും. പെട്ടകത്തിനകത്തും വരും. वो सड़ा हुआ मांस खाने भी जाता है, संदूक में भी आता കാക്ക है. മാലിന്യത്തിനകത്ത് പോയിരിക്കും, അത് ഉള്ളിലാക്കും, പിന്നെ പെട്ടകത്തിനകത്ത് വരും. बाहर जाके गंदा खाता है और अंदर आता है. പക്ഷെ പ്രാവ് അങ്ങനല്ലായിരുന്നു. लेकिन कबूतर ऐसा नहीं था. കാലുകുത്താൻ ഇടമില്ലാതെ അവൻ വീണ്ടും पैर रखने के लिए तो वापस आ गया. ഹല്ലേലൂയ. हालेलुया. ഈ ലോകത്തിൽ നമുക്ക് എന്നും വീട്ടിൽ ഇരിക്കാൻ പറ്റത്തില്ല. हम कहीं भी ऐसे नहीं रहते. നമ്മൾ പല കാര്യത്തിനും വീടിന് പുറത്തു പോകുന്നവരാ. कई चीज के लिए घर के बाहर जाते हैं. ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിലും രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ടവര് നിങ്ങൾ നിങ്ങളുടെ സമയം ചെലവഴിക്കരുത്. अनुचित बात में कोई भी हाथ न डाले. ആ പ്രാവിനെ പോലെ വിശുദ്ധിയിലും വേർപാടിലും ജീവിച്ചു വേണം ഞായറാഴ്ച ഇവിടെ വന്ന് ദൈവത്തെ ആരാധിക്കാൻ. पवित्रता के जीवन की इतवार को इधर आए. ആ ദിവസം ബോധിച്ചതുപോലെ പോയിട്ട് അശുദ്ധിയിലെല്ലാം പോയി കാലും കുത്തി കൈ കുത്തി ഇരുന്ന് ഹാലലി ആവശ്യമില്ലാത്ത എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് വന്ന് കൈ നീട്ടി എടുക്കാനുള്ളതല്ല തിരുമേശ. अपवित्रता के काम करके आके लेने का चीज नहीं है पवित्र मेज. ഈ തിരുമേശയിൽ കൂടിയുള്ള അനുഗ്രഹങ്ങളൊക്കെ നമ്മൾ ടൈറ്റസ് പാസ്റ്റർ പറഞ്ഞു നമ്മൾ കേട്ടതാ. अल्ले पवित्र मेज के द्वारा तो आशीष के हमारे पास टाइटस ने प्रचार किया. ആ അനുഗ്രഹങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വേണമെങ്കിൽ നമ്മൾ വിശുദ്ധിയോടും വേർപാടോടും ജീവിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ലഭിക്കത്തുള്ളൂ. तो सब कुछ हमारे जीवन में पाने के लिए पवित्रता के साथ जीवन बिताना. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കുറ്റക്കാരാണ്, നമ്മൾ दोषी ठहरेंगे प्यारे लोगों. എന്റെ പകൽ എല്ലാവരും കടകൾ सब आंखों को बंद ഈ करें. വാഗ്ദത്തങ്ങൾ നമുക്കുള്ളതുകൊണ്ട് ये वायदा हमारे इसलिए ആത്മാവിലെയും ജഡത്തിലെയും കന്മഷങ്ങളെ നീക്കി കളഞ്ഞ് आत्मा और शरीर की सारी मलिनता को दूर करके അവന്റെ വരവോളം വിശുദ്ധിയെ തികച്ചു കൊള്ളുക. आमद तक पवित्रता को सिद्ध करें. നിർമ്മലമായ കന്യയെ സ്നേഹിച്ച് ചേർപ്പാനാ കർത്താവ് വാനമേഘത്തിൽ വരുന്നത്. एक निर्मल हल्दी कुमारी को लेने के लिए वो शीघ्र आता है. ഹല്ലേലൂയ. കറയും വാട്ടവും ചുളുക്കവും ഇല്ലാത്ത ഒരു സഭയെ ചേർക്കാനാ കർത്താവ് വാനമേഘത്തിൽ വരുന്നത്. उधर भी कलीसिया को लेने के लिए यीशु आता है. പാപമില്ലാത്ത ഒരു സഭയെ ചേർക്കാനാ വാനമേഘത്തിൽ വരുന്നത്. निष्कलंक कलीसिया को लेने के लिए यीशु आता है. ഇന്ന് പകലിൽ നിങ്ങളെ തമ്മിൽ ശോധന ചെയ്താട്ടെ. अपने आप को जरा परखे. ഈ നിമിഷം കാഹളനാദം വാനമേഘത്തിൽ നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ यदि अभी हाल ये तुरही फूका जाए ഈ ശരീരം വിട്ട് നീ ആ കർത്താവിനോട് കൂടെ ചേരുവോ? तो आज उठा लिया जाएगा क्या? ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. വിശുദ്ധിയെ തികയ്ക്ക് നിങ്ങൾ. पवित्रता को सिद्ध करें. ഹല്ലേലൂയ. കാൽവരിയെ ധ്യാനിച്ചുകൊണ്ട് कालवरी को ध्यान करते हुए വിശുദ്ധിയോടെ ഈ തിരുമേശ ഭാഗമാകാൻ കർത്താവ് पवित्रता के साथ मेज में सब आ गए. പരിശുദ്ധ പിതാവേ നല്ല പകൽക്കാലത്തിനായി സ്തോത്രം. ഇതുവരെ നിന്റെ വചനം കേൾപ്പാ കർത്താവ് നിങ്ങളെ സഹായിച്ചു. ശുശ്രൂഷിപ്പാൻ ബലപ്പെടുത്താനായി സ്തോത്രം. കേട്ട വചനം ഞങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമായി തീരുവാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തു നാമത്തിൽ തന്നെ ആമേൻ. प्रभु यीशु ने जिस रात को पकड़वाया गया उसने रोटी ली, आशीष मांगकर तोड़ी.